ഇത്രയും നാള് എന്തുകൊണ്ട് എലിസബത്തിന് ഉദരം അടച്ചു വെച്ചു? ഇത്രയും നാള് എന്തുകൊണ്ട് ഹല്ലേലൂയ ഇവരുടെ ലൈഫിനകത്തൊരു തലമുറ ഉണ്ടായില്ല? അതുണ്ടാകുന്നത് ഒരു സാധാരണ തലമുറയല്ല, അതുണ്ടാകുന്ന ഒരു സാധാരണ വാഗ്ദത്തമല്ല. ഏലിയാവിന്റെ ശക്തിയോടെ എഴുന്നേക്കാനുള്ള തലമുറയെ എലിസബത്തിന്റെ ഉദരത്തിനകത്ത് മറച്ചു പിടിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ അകത്ത് മാനുഷികമായി ചിന്തിക്കുമ്പോ ഹല്ലേലൂയ 99% പ്രതീക്ഷയില്ലെങ്കിലും ആ 1% വിശ്വസിക്കാമോ? ഹല്ലേലൂയ അതിനകത്ത് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ. 99% നിനക്ക് വിപരീതമായ സാഹചര്യമാണെങ്കിലും ആ ഒരൊറ്റ ശതമാനമില്ലേ, അതിനെ 99 കൂട്ടിയിട്ട് 100% വിശ്വസിച്ചിട്ട് പറയണം, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. പ്രാർത്ഥിച്ച് കിട്ടുന്ന വാഗ്ദത്തത്തിന് ഭയങ്കര പ്രത്യേകതയാണ്. ഇത്രയും നാള് കാത്തിരുന്നത് വെറുതെയായി പോയിട്ടില്ല. ഇതിനകത്തു നിന്ന് വരുന്നത് ഒരു സാധാരണ ജനറേഷൻ അല്ല. നിന്റെ അകത്തു വീണ ദൈവിക വാഗ്ദത്തങ്ങളില്ലേ, അത് വെറുതെ അല്ല. അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്, അതിനകത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്. നിന്നെ ദൈവത്തിന് എവിടേക്കോ ഉപയോഗിക്കുവാൻ ചില മറുപടികൾ നിനക്ക് വേണ്ടി എന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. അതിശക്തിയോടെ ഞാൻ എഴുന്നേക്കുന്ന ചില വാഗ്ദത്തങ്ങൾ സ്ലോ ആകുന്നുണ്ടെങ്കിൽ, ചില ശുശ്രൂഷകൾ സ്ലോ ആകുന്നുണ്ടെങ്കിൽ നീ എഴുന്നേക്കാൻ സമയമായി. ശുശ്രൂഷകൾ സ്ലോ ആകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്ക്, നീ അതിശക്തിയോടെ എഴുന്നേക്കുന്ന ഒരു സീസൺ തുറക്കുന്നു. ഇത്രയും നാള് എന്തുകൊണ്ട് എലിസബത്തിന് ഉദരം അടച്ചു വെച്ചു? ഇത്രയും നാള് എന്തുകൊണ്ട് ഹല്ലേലൂയ ഇവരുടെ ലൈഫിനകത്തൊരു തലമുറ ഉണ്ടായില്ല? അതുണ്ടാകുന്നത് ഒരു സാധാരണ തലമുറയല്ല, അതുണ്ടാകുന്ന ഒരു സാധാരണ വാഗ്ദത്തമല്ല. ഏലിയാവിന്റെ ശക്തിയോടെ എഴുന്നേക്കാനുള്ള തലമുറയെ എലിസബത്തിന്റെ ഉദരത്തിനകത്ത് മറച്ചു പിടിക്കുന്ന കിടക്കുന്ന ശുശ്രൂഷകളെ അതിശക്തിയോടെ തുറക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് അതിശക്തിയോടെ ഏലിയാവിന്റെ